ഇന്നത്തെ വീഡിയോയിൽ രാഹുർദശ സമയത്ത് നമ്മുടെ ആരൂഢങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട പൂജാവിധാനത്തെക്കുറിച്ചാണ് പറയുന്നത്. വാസ്തു നിയമപ്രകാരവും നമ്മുടെ ആരൂഢം, നമ്മുടെ ഭവനം നിൽക്കുന്ന സ്ഥലം കിഴക്ക് ഭാഗം താന്നും പടിഞ്ഞാറ് ഭാഗം ഉയർന്നും അതിൻ്റെ തെക്കേപ്പുറം ഉയർന്നും വടക്കോട്ട് സ്ലോപ്പും ആയിട്ട് കിടക്കണമെന്നാണ് ഭൂമിശാസ്ത്രം. എന്നാൽ നമ്മൾ ഇതിനോടനുബന്ധമായിട്ട് സ്ഥാനം കണ്ട് വീട് പണിയെല്ലാം അങ്ങ് നടത്തും. ഈ വീട് പണി നടന്നുകൊണ്ടിരിക്കവേ തന്നെ ഓരോരോ ഫാഷനും മറ്റു കാര്യങ്ങളും വന്ന് കയറി വീണ്ടും ഈ അളവിന് വ്യത്യാസങ്ങൾ വന്ന് ഇങ്ങനെ അങ്ങ് പോവും. അവസാനം ഒരു വാസ്തു പൂജയൊക്കെ നടത്തി ഭഗവതി സേവയൊക്കെ ചെയ്ത് തൃപ്തിപ്പെടുത്തി ഗണപതി ഹോമമൊക്കെ നടത്തി പിന്നെ തറരക്ഷയൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ അങ്ങ് പോവും. കുറേ നാളെല്ലാം കഴിയാൻ നേരത്ത് ദശാസന്ധി സ്ഥിതി അനുസരിച്ച് രാഹുർദശ ദോഷം എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഇതിൻ്റെ ഇരട്ടി കിടന്ന് അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ച് നല്ല മഞ്ഞൾ ആ പറമ്പിൻ്റെ ഏതെങ്കിലും ഒരു വടക്ക് പടിഞ്ഞാറ് ഭാഗം മാറ്റി നല്ല വൃത്തിയാക്കി കുറച്ച് മഞ്ഞളിട്ട് കിളിപ്പിക്കണം. മഞ്ഞൾ കൃഷി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറമ്പിനകത്തുള്ള ഒട്ടുമുക്ക സർപ്പദോഷങ്ങളും ഈ മഞ്ഞളെടുത്ത് നല്ല വൃത്തിയായിട്ട് അത് പുഴുങ്ങി അത് വൃത്തിയാക്കി ഉണക്കി പിന്നീട് അത് വൃത്തിയാക്കി പൊടിച്ചെടുത്ത് ആ പൊടി ഒരു വാഴയിലയിലാക്കി പൊതിഞ്ഞ് അത് വളരെ വൃത്തിയോടുകൂടി ആയില്യം നാളിൽ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ആയില്യ പൂജയ്ക്ക് കൊടുത്താൽ ഈ കടകളിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്നതിനേക്കാൾ ഇരട്ടി ഫലവും ഗുണവും നമുക്ക് കിട്ടും. കാരണം നമ്മുടെ മുറ്റത്ത് കിളിപ്പിച്ചെടുത്ത് കൊണ്ടുപോയതാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ നേരത്ത് ആ പറമ്പിനകത്തുള്ള എല്ലാ നെഗറ്റീവും അവിടെ നിന്ന് പോകുന്നെന്നാണ് സങ്കല്പം. രണ്ടാമത്തെ കാര്യം വളരെ ശുദ്ധമായിട്ടുള്ള പൊടിയാണ്. ആ ഭഗവാന്റെ പ്രസാദവും ഭഗവാന്റെ ആ ഒരു പ്രസൻസും നമ്മളിലേക്ക് പെട്ടെന്ന് തന്നെ അത് എത്തുകയും ചെയ്യും. അത് കൂടാതെ തന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ രാഹുകാല സമയത്ത്, വെള്ളിയാഴ്ച ദിവസം രാഹുകാല സമയത്ത് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ഒരു താലത്തിൽ നാരങ്ങാ ദീപം കത്തിക്കുന്നത് ആ സമയത്ത് രാഹുകാല സമയത്ത് കത്തിക്കുന്നത് രാഹുർ പ്രീതി നമുക്ക് അത്യുത്തമമായിട്ട് അത് കിട്ടിയിരിക്കും. അപ്പോൾ ഈ കൃഷി ചെയ്ത് മഞ്ഞൾ കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ കൊടുത്തു കഴിഞ്ഞാലുള്ള ഗുണം ശുദ്ധമായ വസ്തുവാണ്. അതിനകത്ത് മറ്റ് മായങ്ങളോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല. 50 ഗ്രാമായാലും 100 ഗ്രാമായാലും ഒരു ശകലം ആ സർപ്പവിഗ്രഹത്തിൽ ചെന്ന് വീണാൽ തന്നെ അതിൻ്റെ ഒരു ഫലം നമുക്കുണ്ടായിരിക്കും. അതിൽ വ്യാഴത്തിൻ്റേതായിട്ടുള്ള ഏതെങ്കിലും ദൃഷ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ശകലം നെയ്യും കൂടെ ഒഴിച്ച് നെയ്വിളക്കായിട്ട് കത്തിച്ചാൽ അത്രയും നല്ലത് തന്നെ. അതും ഈ നാരങ്ങ വിളക്ക് പോലെ നമ്മുടെ ഈ രാഹുർ പ്രീതിക്ക് വേണ്ടി അതിൽ ചെറിയ കിണ്ണത്തിനകത്ത് അതിൻ്റെ നീരൊഴിച്ച് വെക്കുകയും ഒരു നാരങ്ങയുടെ പകുതി ആ മഞ്ഞൾ ആ നാരങ്ങയ്ക്കകത്ത് തേച്ച് ആ താലത്തിനകത്ത് കുറഞ്ഞത് 5 1 6 അതായത് 5 എണ്ണം വിളക്ക് കത്തിക്കാനും 1 എണ്ണം ഈ നാരങ്ങ നീരുമായിട്ട് പ്രസാദത്തിൻ്റെ അടുത്ത് വെക്കാനായി. ഈ വിളക്ക് പൂജ എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ നീരിനകത്ത് ഈ മഞ്ഞൾ തേച്ച നാരങ്ങ പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അത് ചാലിച്ച് നമ്മളുടെ വീട്ടിനകത്തും പുറത്തും എല്ലാം തളിച്ച് ശുദ്ധി ചെയ്യുന്നതും ശകലം കയ്യിലൊഴിച്ച് സേവിക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാ അശുദ്ധികളും എല്ലാ വ്യാധികളും അവിടെ നിന്ന് മാറുകയും ചെയ്യും. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും നമ്മളുടെ രാഹുകാല സമയത്ത് നമ്മൾ ചെയ്യുന്ന വിളക്കിൻ്റേതായിട്ടുള്ള ഫലം നമുക്കുണ്ടാവുകയും ശാരീരികപരമായിട്ടുള്ള അസുഖങ്ങൾ, തൊലിപ്പുറത്തെ അസുഖങ്ങൾ,
മുടി പൊഴിച്ചിൽ, ഇങ്ങനെയൊക്കെയുള്ള ദുരിതഗതികളും എല്ലാം ഈ ഒരു ദശാസന്ധി കയറി വരുന്ന സമയത്തൊക്കെ ബാധിക്കും. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള എല്ലാവിധ എഴുജന്തുക്കളെ എല്ലാം കൊന്ന പാവങ്ങൾ എല്ലാം ഇത്തരം കാര്യങ്ങൾ അവരവരുടെ ആരൂഢത്തിൽ വൃത്തിയാക്കി പൂജാമുറി ഭാഗം ശുദ്ധമാക്കി ഇതിന് വേണ്ട 2 താലങ്ങൾ തയ്യാർ ചെയ്ത് വെച്ച് സ്വസ്ഥമായിട്ട് ആ ഒരു മുഹൂർത്തം തീരുന്നിടം വരെയും ഇരുന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ ഈ ഒരു കാര്യം ഒന്ന് ചെയ്തു നോക്കൂ. വലിയ വലിയ സർപ്പബലികളും മറ്റ് പൂജകളും ചെയ്യുന്നതിൻ്റെ പൈസയുടെ അത്ര പോലും ആവത്തില്ല. അവരവരുടെ ആരൂഢത്തിൽ പോയി സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഇരുന്ന് വെട്ടിക്കോട്ട് നാഗരാജാവിനെയും മണ്ണാറശാല നാഗയക്ഷിയമ്മയൊക്കെ പ്രാർത്ഥിക്കുക. അവിടെ ഇരുന്നുകൊണ്ട് അവിടെ ആരുടെ ഒരു ശല്യവും വരുത്തില്ല. മനസ്സ് സ്വസ്ഥമായിട്ടിരുന്നു കൊണ്ട് അവിടെ എല്ലാം മനസ്സുകൊണ്ട് പോയി കറങ്ങി പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് നിങ്ങളുടെ ആരൂഢത്തിൽ വന്ന് കയറണം. അവിടെ ഇരുന്ന് ആ ഒരു പൂജ അത് നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങൾക്ക് ഓരോ പ്രാവശ്യവും ചെയ്തു തുടങ്ങുന്ന അനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുന്ന അനുസരിച്ച് നിങ്ങളത് ചെയ്തുകൊണ്ടേ നിർത്തിയൊന്നും വെക്കണ്ട. കാരണം അത് മറ്റ് സൈഡ് എഫക്റ്റുകളൊന്നുമില്ല. നമ്മൾ ആർക്കും മന്ത്രവാദ കൂടാത്രമൊന്നും അല്ല ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ വീട്ടിനകത്തിരുന്ന് നമ്മളെ കൊണ്ട് പറ്റുന്ന പൂജകൾ നമ്മൾ ചെയ്യുക, അത് വൃത്തിയായിട്ട് ആ ദേവനിലേക്ക് എത്തിക്കുക. അപ്പോൾ ഈ ഗന്ധങ്ങളൊക്കെ തന്നെയാണ് അവിടെ നിറഞ്ഞു നിൽക്കേണ്ടത്. ആ ഗന്ധത്തിൻ്റേതായിട്ടുള്ള ഗുണഗതി ആ സർപ്പദൈവങ്ങളായിട്ടുള്ള അനന്തൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതിലൊരു മാറ്റവുമില്ല. അത് വിശ്വസിച്ച് വൃത്തിയായിട്ട് ഇത്തരം കാര്യങ്ങൾ ഒന്ന് ചെയ്തു നോക്കണം.